ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കേട്ടോ. അല്ല, ഇനി ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, എത്ര മന്ത്രിമാർക്ക് വോട്ട് ചെയ്യാം? എല്ലാ മന്ത്രിമാരുടെ ഓപ്ഷൻ ഉണ്ട്. എല്ലാ മന്ത്രി നിലവിലുള്ള എല്ലാം ഒറ്റയാൾക്ക് വോട്ട് ചെയ്യാം. ഒരാൾക്ക് ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കാം. ഒരാൾക്ക് ഒറ്റ മന്ത്രി. അത് നിങ്ങളുടെ ഫേവറേറ്റ് മിനിസ്റ്റർ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പറ്റില്ല. ഫേവറേറ്റ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയാവുക. ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്ന ആളാണ് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ വോട്ടിംഗ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത്ര മികച്ചതല്ലാത്ത മന്ത്രിയാവുക. അത് ഒരിക്കലും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള വിലയിരുത്തലായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല. അത് ഏതെങ്കിലും ഒരു മന്ത്രിയെ മോശമാക്കാനോ മന്ത്രിയെ മികച്ചതാക്കാനോ ഉള്ളതല്ല. ഇത് ജനങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. സിംപ്ലി യുവർ റെസ്പോൺസ്. കെ രാജൻ മിനിസ്റ്റർ മുതൽ ഇങ്ങ് എല്ലാവരുടെയും പേരുകൾ പ്രേക്ഷകർക്ക് കാണാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐക്കണിൽ പോയിട്ട് നിങ്ങൾ ടച്ച് ചെയ്താൽ മതി. ഒരാൾക്ക് ഒറ്റ മന്ത്രിക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും അതിനകത്തൊരു ട്രെൻഡ് അറിയാൻ പറ്റൂലേ, ഈ മന്ത്രിസഭയിൽ ഈ സ്റ്റാർ മിനിസ്റ്റർ ആരാണ് എന്നുള്ളത്. ചിലപ്പോൾ അപ്രതീക്ഷിത റിസൾട്ടൊക്കെ വന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ പരാമർശങ്ങളുള്ള വലിയ സെലിബ്രിറ്റികളായ മന്ത്രിമാരുണ്ട്. അവരെ തന്നെയാണോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് അറിയാൻ കൂടി കഴിയും. പല വിഷയങ്ങളിലും അല്ലെ, മണ്ഡലത്തിൽ മാത്രം സജീവമായിക്കൊണ്ട് മറ്റു ചർച്ചകളിലേക്ക് വരാത്ത ചില മന്ത്രിമാരുണ്ട്. അതെ, പലതരത്തിലും. ഇപ്പൊ കടന്നപ്പള്ളി രാമേന്ദ്രൻ മുതൽ അല്ലെ ശിവൻകുട്ടി മിനിസ്റ്റർ വരെയുള്ളവർ പല പല ആംഗിളുകളിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നവരാണ്. ഈ കനകോലുവിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 38-35 വോട്ടിംഗ് ശതമാനം. UDF LDF ശതമാനത്തിന്റെ വ്യത്യാസമുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ട്രെൻഡ് മാറിയെന്ന് കനകോലുവിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പം ഈ സർവേ ആ അർത്ഥത്തിൽ വളരെ പ്രധാന. കനകോലുവിനെ വിശ്വസിക്കാത്തവർ പോലും ഇപ്പോൾ കനകോലുവിനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനകോലുവിനെ വിശ്വാസത്തിലെടുത്തത് നമ്മളല്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ സർവേ വന്നപ്പോൾ കനകോലു വരെ ഞെട്ടിപ്പോയി. അതെ അതെ. പക്ഷെ ആ സർവേ വളരെ കൗതുകരമായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു മാധ്യമത്തെ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ മുഖ്യമന്ത്രിയെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ലത്, മോശം, ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ എതിർക്കുന്ന രണ്ട് പാർട്ടികളുണ്ട്, രണ്ട് മുന്നണികളുണ്ട്. ഒന്ന് NDA ഉണ്ട്, ഒന്ന് UDF ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ ആ കണക്കാവുക. ഇപ്പോൾ 40% അനുകൂലിക്കുന്നത് പറഞ്ഞത് LDF ആണ്. 53% എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് UDF മാത്രമല്ല, UDF പ്ലസ് BJP അല്ലേ. അപ്പോൾ UDF മൈനസ് BJP എന്നുള്ളത് 40 കൂടുകയോ കുറയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം അത്തരം സാങ്കേതികത്വം ഒക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ ഈ ചോദ്യം ഇതാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാകണം. അല്ലാതെ ഈ ചോദ്യത്തിൽ ആ പ്രശ്നം തീരും. അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിനകത്ത് ആ പ്രശ്നം. കാര്യം മാത്രമല്ല, ഓരോ പാർട്ടിക്കും 4 ചോയ്സ് ഉണ്ട്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഒരു സർവേ കണ്ടിരുന്നു. ആ സർവേയിൽ LDF-ൽ നിന്ന് 2 പേര്, BJP കോൺഗ്രസിൽ അല്ല LDF-ൽ നിന്ന് 3 പേര്, കോൺഗ്രസിൽ നിന്ന് 2 പേര്, BJP-ൽ നിന്ന് ഒരാൾ. അത് അശാസ്ത്രീയമാണ്. കാരണം BJP-ലുള്ള മുഴുവൻ ആളുകൾ ഒരാൾക്കായിരിക്കും കൊടുക്കുക. അയാളുടെ ഒരു താല്പര്യമാകണമെന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ഇവയാണ്. പിണറായി വിജയൻ. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴത്തെ മന്ത്രി എന്ന നിലയിൽ? MV ഗോവിന്ദ മാഷ് സാധ്യത വളരെ കുറവാണ്, കാരണം മത്സരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KK ശൈലജ വളരെ പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ്. മറ്റൊന്ന് P രാജീവ്. ഈ 4 പേരുകളിൽ ആരാവണം CPM-ൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വന്നാൽ എന്നുള്ളതാണ്. മറ്റൊന്ന് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. അവിടെ കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ തന്നെയാണ്. ശശി തരൂരിന്റെ പേരും അവിടെ വരുന്നുണ്ട്. അതെ, ഈ 4 പേരുകൾ, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന 4 പേര് ഇത് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, തരൂർ ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു കേരളത്തിന്റെ ലീഡർ ആവാൻ എനിക്ക് പിന്തുണയുണ്ട് എന്ന് തന്നെ തരൂർ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ ഒരാളെ വിട്ടു. പേര് ഞാൻ പറയാം. K സുധാകരനല്ലേ? ആണോ? അല്ല, പിന്നെ K സുധാകരൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഒരു കാലത്തിൽ. അടൂർ പ്രകാശിനെ മറന്നുപോയോ? അടൂർ പ്രകാശ് നിലവിലുള്ള സാഹചര്യത്തിലാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു വിട്ടുപോയോ നമ്മൾ? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ സജീവമായി അടൂർ പ്രകാശിന് മാത്രം മനസ്സിലുള്ള ആഗ്രഹം. അല്ല, അത് ജിമ്മി പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. കാര്യം അടൂർ പ്രകാശിന്റെ നീക്കങ്ങൾ അതിനു വേണ്ടിയായിരുന്നു എന്ന മട്ടിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ കഥകളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ അവരാണല്ലോ ഫ്രണ്ട് റണ്ണേഴ്സ്. ഇവര് തമ്മിൽ തർക്കമുണ്ടായാൽ KC വേണുഗോപാൽ, അതാണല്ലോ മൂന്നാമത്തത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ശശി തരൂർ ഉണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. BJP-യിൽ നിന്നും NDA-യിൽ നിന്ന് വരുന്ന പേരുകൾ കൂടി നമ്മൾ NDA-യിൽ നിന്ന് വന്ന പേരുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. NDA-യിൽ നിന്ന് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യം, അതിൽ കടന്ന ചോദ്യമാണ്. എങ്കിൽ പോലും BJP BJP-ക്കാർക്ക് ആഗ്രഹിക്കാമല്ലോ.
ആഗ്രഹിക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനുണ്ട്, കെ സുരേന്ദ്രനുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ശോഭാ സുരേന്ദ്രനുമുണ്ട്. ശോഭാ സുരേന്ദ്രനുമുണ്ട്. നിലവിൽ ഈ 4 പേരാണോ? ഇതിനും അപ്പുറം മറ്റാരെങ്കിലും പേരുകളുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് ശരിക്കും കുമ്മനം രാജശേഖരന്റെ പേരൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതായിരുന്നു എന്ന് ചില ആളുകൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം, അല്ലേ? പോപ്പുലറാണ് BJP നേതാക്കളിൽ സംബന്ധിച്ചിടത്തോളം. അതിൽ PS ശ്രീധരൻപിള്ള, നേതാക്കൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ ഈ 4 പേരുടെ പേരുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന്റെ ഓപ്ഷനുകളായി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ